ഇസ്ലാമിക ചരിത്രത്തിൽ വനിതകളുടെ വിദ്യാഭ്യാസം പ്രാധാന്യത്തോടുകൂടി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തരികയും മുസ്ലിം ലോകം അത് പുലർത്തിപ്പോരുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാർ എല്ലാവരും തന്നെ മാതൃകായോഗ്യരാണല്ലോ. അവരിലെല്ലാം ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ വലിയ ലോകങ്ങൾ ഉണ്ടായിരുന്നു. അവരിൽ പ്രധാനിയാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. മഹദി അവരുടെ ഹദീസുകൾ വ്യാഖ്യാനിക്കണമെങ്കിൽ തന്നെ വളരെ കൂടുതൽ സമഗ്രമായി അവലോകനം ചെയ്യണം എന്നാണ് പണ്ഡിതന്മാരുടെ വീക്ഷണം. നാല് ഖലീഫമാരും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള നാല് ഖലീഫമാരും വൈജ്ഞാനിക നിവാരണങ്ങൾക്ക് വേണ്ടി മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചിട്ടുണ്ട്. അശ്ശമാഇലുൽ മുഹമ്മദിയയിൽ കാണാം, ചെറുപ്പക്കാരായ സ്വഹാബികൾ വന്ന് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണം എന്ന് ചോദിക്കുകയും അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞങ്ങൾക്കൊന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തത് നമുക്ക് പഠിക്കാനുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അധ്യായങ്ങളും അധ്യാപനങ്ങളാണല്ലോ. ആ അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അറിയാൻ, ആയത്തുകളുടെ വിശദീകരണങ്ങൾ അറിയാൻ, തിരുമൊഴികളുടെ വ്യാഖ്യാനങ്ങൾ അറിയാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ചും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിക്കാറുണ്ടായി. സ്വഹാബിയാത്തുകളിൽ വലിയ ആലിമകൾ ഉണ്ടായിരുന്നു. നാൽപ്പത്തിയൊന്ന് വോള്യമുള്ള അൽ വഫ എന്നൊരു ഗ്രന്ഥമുണ്ട്. ഓരോ വാള്യവും 600-700 പേജുള്ള 41 വാള്യമുള്ള അൽ വഫ എന്ന ഗ്രന്ഥം മുഹദ്ദിസാത്തുകളെ കുറിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥമാണ്. ഹദീസ് നിവേദകരായ സ്ത്രീജനങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ഗ്രന്ഥം. അപ്പൊ എത്ര ആളുണ്ടാവും? ആയിരക്കണക്കിന് മഹദികളെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥമാണത്. ആയിരക്കണക്കിന് മഹദികളെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം, മുഹദ്ദിസാത്തുകളായ ആയിരക്കണക്കിന് മഹദികളെ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം ഇന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പണ്ഡിതന്മാരുടെ ലെവലുകൾ വിശദീകരിക്കുന്ന തബഖാത്തുകളുണ്ട്. തബഖാത്തുൽ ഹനാബില പോലെ, തബഖാത്തുൽ ശാഫിഈയ്യത്തുൽ കുബ്ര പോലെ, തബഖാത്തുൽ ഫുഖഹാ പോലെ, തബഖാത്തുൽ മുഹദ്ദിസീൻ പോലെ പണ്ഡിതന്മാരുടെ ലെവലുകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ ഒരുപാട് മഹദികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇമാമിയങ്ങളുടെ ഉസ്താദുമാരിൽ തന്നെ മഹദികളെ നമുക്ക് പരിചയപ്പെടാൻ കഴിയും. സഹീഹുൽ ബുഖാരി ദർസ് നടത്തുകയും അതിന് ഇജാസത്ത് കൊടുക്കുകയും സനദ് ഇത്തിസാൽ ചെയ്യുകയും ചെയ്യുന്ന മഹിളകളെ കുറിച്ച് മാത്രം ഒരു ഗ്രന്ഥമുണ്ട്. അപ്പൊ ഇത് പുതിയ പരിപാടിയല്ല, പണ്ടേ ഉള്ളതാണ്. സ്ത്രീകൾ വിജ്ഞാന കാര്യങ്ങളിൽ വ്യാപൃതരാകും.
ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യനാണ് ഇമാമുൽ മുസനി റളിയല്ലാഹു അൻഹു. മുസനി ഇമാം തങ്ങളുടെ പെങ്ങൾ അക്കാലത്തെ ഏറ്റവും വലിയ ആലിമയായിരുന്നു. തഫ്സീറിലും ഹദീസിലും എല്ലാം. അതുകൊണ്ട് മഹദിയുടെ താരീഖ് പറയുമ്പോൾ കാണാം, അക്കാലത്തെ സ്ത്രീകൾക്ക് ഒരു മസ്അല അറിയാൻ ഒരു പുരുഷനായ പണ്ഡിതനെ സമീപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് ഏത് ഫന്നിലാണെങ്കിലും എല്ലാ ഫന്നുകളെയും ഇഹാത്ത ചെയ്തിരുന്നു. ആലോചിച്ചു നോക്കൂ. സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം ഏതാണ്? ഫത്ഹുൽ ബാരിയാണ്. അതിന്റെ കർത്താവ് ആരാണ്? ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു എന്ന ലോകപ്രസിദ്ധനായ അനിഷേധ്യനായ പണ്ഡിതനാണ്. എല്ലാ വിഭാഗം ആളുകളും ഫത്ഹുൽ ബാരി അവലംബിക്കും. അത്രയും സമഗ്രമായ ഗ്രന്ഥമാണ്. ഫത്ഹുൽ ബാരി ഉണ്ടായതിൽ പിന്നെ മുസ്ലിം ലോകത്തിന് സഹീഹുൽ ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം എന്ന ഉത്തരവാദിത്വം നിർവഹിക്കപ്പെട്ടു എന്ന് പണ്ഡിതന്മാർ എഴുതി. അത്ര വലിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിന്റെ കർത്താവായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളുടെ ഭാര്യ ഉൻസ ഖാത്തൂൻ എന്നവർ വലിയ മുഹദ്ദിസത്തായിരുന്നു. ഭർത്താവ് ദർസ് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ പാചകത്തെക്കുറിച്ചും വീട്ടുകാര്യത്തെക്കുറിച്ചുമല്ല സംസാരം, ജർഹ് തഅദീലിനെ കുറിച്ചായിരുന്നു. ഹദീസിന്റെ നിവേദകന്മാരിൽ യോഗ്യരെയും അയോഗ്യരെയും കുറിച്ചായിരുന്നു ചർച്ച എന്ന് നിസാഉം മിനത് താരീഖ് എന്ന ഗ്രന്ഥത്തിൽ അഹ്മദ് ഖലീൽ ജുംഅ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ സ്ത്രീജനങ്ങളുടെ വിദ്യാഭ്യാസം എന്നത് ഇസ്ലാമിക പാരമ്പര്യത്തിലുള്ളതാണ്. ഡൽഹിയിൽ ഗട്ടാവാലി മസ്ജിദ് ഉണ്ട്. നമ്മുടെ മർക്കസിന്റെ ഓഫീസ് അതിനോട് ചേർന്നാണ്. അത് ഔറംഗസീബിന്റെ മകൾ ഉണ്ടാക്കിയതാണ്. അവരുടെ ഖബർ അതിന്റെ മുറ്റത്താണ്. സീനത്ത് ബീഗം. അവർക്കൊരു തഫ്സീർ ഉണ്ടായിരുന്നു, സീനത്തു തഫാസീർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള പാരമ്പര്യമുള്ള നമ്മൾ, നമ്മുടെ വീട്ടിലെ വനിതകൾ നല്ല മതബോധമുള്ളവരും വിജ്ഞാനമുള്ളവരും ഒക്കെ ആവാം. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞകാല മലബാർ ചരിത്രത്തിലും വലിയ ആലിമകൾ ഉണ്ട്. അന്നിങ്ങനെ കോളേജും പ്രചരണവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. പാനായിക്കുളം പുതിയാപ്പുള അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ വീട്ടിലെ മഹദികളായ പണ്ഡിതർ മഹല്ലിയും വലിയ വലിയ ഗ്രന്ഥങ്ങളും ദർസ് നടത്താൻ യോഗ്യതയുള്ളവരായിരുന്നു എന്ന് ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മുവത്തഇന്റെ ദർസ് നടത്തുമ്പോൾ കർട്ടന് പിന്നിൽ മകൾ ഇരിക്കും. ഇമാം മാലിക് തങ്ങളുടെ ശിഷ്യന്മാരാരാണ്? ഇമാമുൽ ശാഫിഈ തങ്ങളെ പോലെയുള്ള വലിയ മഹാന്മാരാണ്. ആ ദർസിൽ നിന്ന് ഹദീസ് വായിക്കുമ്പോൾ ഒരു സനദ് മാറിപ്പോയാൽ ഇമാം മാലിക് തങ്ങളുടെ കർട്ടന്റെ ബാക്കിൽ നിന്നൊരു ശബ്ദം കേൾക്കും. അതിന്റെ അർത്ഥം ഉപ്പാ ശ്രദ്ധിക്കണം, അവിടെ വായിച്ചത് തെറ്റിയിരിക്കുന്നു എന്നാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ താബിഈങ്ങളുടെ നേതാവാണ്.
പതിറ്റാണ്ടുകളോളം മസ്ജിദുൻ നബവിയിൽ അവ്വൽ ജമാഅത്തിൽ അവ്വൽ സഫിൽ നിസ്കരിച്ച മഹാനാണ് സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. മകളുടെ വിവാഹം കഴിഞ്ഞു. പുതിയാപ്പിള പിറ്റേന്ന് രാവിലെ ഒരുങ്ങി ഇറങ്ങാൻ നോക്കിയപ്പോ ചോദിച്ചു, എവിടേക്കാണ് പോണത്? നിങ്ങളെ ഉപ്പാന്റെ ദർസക്ക് പോവാണ് പറഞ്ഞു. ഉഅല്ലിമുക ഇൽമ സഈദ്. ഇന്ന് വാപ്പ എടുക്കുന്ന ദർസ് ഞാൻ എടുത്തരാം, എനിക്കറിയാം. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ചരിത്രം പറയാറുണ്ട്. അവ നമ്മുടെയൊക്കെ വീടുകളിൽ മക്കൾ, ഭാര്യമാർ അവരൊക്കെ നല്ല അറിവുള്ളവരായി അതനുസരിച്ച് ജീവിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി മാത്രം ശമാഇലിന്റെ ദർസ് എടുക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, മുഈന കോഴ്സ് തുടങ്ങിയത് മുതൽ കഴിഞ്ഞ ആഴ്ച വരെ അടിയന്തര ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ യാത്രയിലോ മറ്റോ ചിലപ്പോൾ മുടങ്ങും. അല്ലാതെ പരമാവധി എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം മുഈനകൾക്ക് വേണ്ടി പ്രത്യേകമായി ഓൺലൈനിൽ ലൈവായിട്ട് തന്നെ ശമാഇൽ എടുക്കാറുണ്ട്. അൽഹംദുലില്ലാഹ്, അതിൽ നല്ലൊരു ശതമാനം ആളുകൾ ലൈവായി തന്നെ കേൾക്കും. അല്ലാത്തവർക്ക് വേണ്ടി അതിന്റെ വോയിസ് നമ്മുടെ കോഴ്സ് നിയന്ത്രിക്കുന്നവർ എത്തിച്ചു കൊടുക്കും. അത് കേവലം ഒരു പാരായണമല്ല, മുൻഗാമികളായ ഇമാമുകളിൽ നിന്ന് പരമ്പരയായി കിട്ടിയ പാരായണത്തിന്റെ തുടർച്ചയാണ്. അത് ഓരോരുത്തരും പ്രാധാന്യത്തോടെ കാണണം. നമ്മൾ ഒരു ഹദീസ് വ്യവസ്ഥാപിതമായി പാരായണം ചെയ്ത് കേൾക്കുമ്പോൾ അതിന്റെ കണ്ണി എത്തിച്ചേരുന്നത് ഇലൽ ജനാബിൻ നബവി അശ്ശരീഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്കാണ്. ആ ഉത്തരവാദിത്വം ഇതൊരു അമാനത്തായി തന്നെ നിങ്ങൾ ഓരോരുത്തരും കാണണം. ഈ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾക്കല്ല മൂല്യം, അതുൾക്കൊള്ളുന്ന ആശയവും ആശയം പകർന്നു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്ന അർത്ഥത്തിനാണ് മൂല്യം. അത് കൃത്യമായി ഉൾക്കൊള്ളണം. ഞങ്ങൾക്ക് ഹദീസ് ഓതിത്തന്ന ഉസ്താദുമാരുണ്ട്. അവരിൽ നിന്ന് അവരുടെ ഉസ്താദുമാർ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പരമ്പര ചേർത്തിട്ടാണ് വബിസ്സനദിൽ മുത്തസിൽ ഇലൽ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അതിന്റെ അർത്ഥം ഇമാം തുർമുദി തങ്ങൾ വരെ ചേരുന്ന പരമ്പരയോടുകൂടി നിങ്ങൾക്ക് വായിച്ചു തരുന്നു എന്നാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് തുർമുദി ശരീഫ് ഓതിത്തന്നത് ആദ്യമായി ജാമിഅ മുഈനിയയിലെ അല്ലാമ മൗലാന മുംതാസ് അലി ഹസ്രത്ത് അവർകളായിരുന്നു. അവർ വഫാത്തായി പോയി. അല്ലാഹു ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. പിന്നീട് ബുഖാരിയിൽ നിന്ന് ഞങ്ങൾക്ക് ഓതിത്തന്നത് ബഹുമാനപ്പെട്ട മുതുവല്ലൂർ അബ്ദുറഹ്മാൻ മുസ്ലിയാരായിരുന്നു. അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പിന്നീട് ഉസ്ബെക്കിസ്ഥാനിൽ തുർമുദിൽ എത്തിയപ്പോൾ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ശരീഫിന്റെ അടുക്കൽ വെച്ച് അശ്ശമാഇലുൽ മുഹമ്മദിയയുടെ ആദ്യത്തെ ഹദീസ് ഓതിത്തന്നത് ബഹുമാനപ്പെട്ട മുഹീസുന്ന പൊന്മള ഉസ്താദ് അവറുകളാണ്. അല്ലാഹു അവിടുത്തേക്ക് ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അവരൊന്നും ചെറിയവരല്ല. അവരെന്ന ഒരു ബന്ധമാണ്, ഒരു പിടിവള്ളിയാണ് നമ്മുടെ കരുത്തും ശക്തിയും എല്ലാം. നിങ്ങൾ അവരുടെ ശിഷ്യഗണത്തിൽ ചേർന്നിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അവരിൽ നിന്ന് മുറിയാത്തൊരു പരമ്പരയുണ്ട് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിലേക്ക്. അവരിൽ നിന്ന് മുറിയാത്ത ഒരു പരമ്പരയുണ്ട്.
സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളിലേക്ക്. അതുകൊണ്ട് ഇതൊരു അമാനത്താണ്. ഇത് നമുക്ക് ഒരു സ്ഥാനവസ്ത്രം അണിഞ്ഞ് അല്പനേരം ഇരുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോകാനുള്ളതല്ല. ഇതൊരു അമാനത്താണ്. ഈ ദീനിന്റെ സനദ് എന്ന് പറഞ്ഞാൽ അത് അതേ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും കാണണം. ലോകത്തുള്ള അഇമ്മത്ത് ഒരു ഹദീസ് അതിന്റെ ഉറവിടത്തിൽ നിന്ന് കിട്ടാൻ യാത്ര ചെയ്തത് ലക്ഷക്കണക്കിന് കിലോമീറ്ററാണ്. ഇമാം ബുഖാരി തങ്ങൾ ഒരു ഹദീസ് അറിഞ്ഞാൽ ആ ഹദീസ് മുറിയാതെ കിട്ടിയ ആളിൽ നിന്ന് നേരിട്ട് കിട്ടാൻ വേണ്ടി ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന്, ബുഖാറയിൽ നിന്ന്, സമർഖന്ദിൽ നിന്ന് യാത്ര ചെയ്തു. എവിടെയെല്ലാം പോയി. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ എത്ര തവണയാണ് ബഗ്ദാദിൽ പോയത് എന്നെനിക്കറിയില്ല. ഡമാസ്കസിൽ പോയി. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി കുറ്റൂർ, അല്ലാഹു ആഫിയത്തും സിഹത്തും നൽകട്ടെ, അവിടെ വളണ്ടിയേഴ്സ് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഹാജിഖാന്റെ പ്രിയപ്പെട്ട പത്നിയും നമ്മുടെ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷം. ആ കുടുംബം മുഴുവനും നമുക്ക് പ്രാസ്ഥാനികമായി എല്ലാ ശക്തിയും നൽകുന്നവരാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, ആഫിയത്തും സിഹത്തും നൽകട്ടെ. ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനാണ് വളരെ സാഹസപ്പെട്ട് യാത്ര ചെയ്ത് ഇവിടെ വന്നത്. അതുകൊണ്ട് അവിടെ നമ്മുടെ മൊയ്ന വോളണ്ടിയർമാരുണ്ടെങ്കിൽ അവിടെ സൗകര്യം ചെയ്തു കൊടുത്ത് ഇരിക്കാനും കേൾക്കാനും ഒക്കെ സൗകര്യം ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എത്രയാണ് പോയത് എന്ന് എനിക്കറിയില്ല ബഗ്ദാദിലേക്ക്. നിങ്ങൾക്കറിയുമോ? നമ്മൾ ഈ കിതാബുകളുടെ ഒക്കെ ഗൗരവം നമുക്ക് മനസ്സിലാവിട്ടില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരി എഴുതിയപ്പോൾ ഓരോ ഹദീസും എവിടെ എഴുതണോ വേണ്ടേ, ഈ കിതാബിന്റെ ഭാഗമാക്കണോ വേണ്ടേ എന്നറിയാൻ 2 റക്അത്ത് നിസ്കരിക്കും. എന്നിട്ട് ഇസ്തിഖാറത്ത് ചെയ്യും. ആ ഇസ്തിഖാറത്തിൽ എഴുതാം എന്ന് കിട്ടിയാൽ എഴുതും, വേണ്ട എന്ന് വെച്ചാൽ എഴുതൂല. അപ്പൊ സഹീഹുൽ ബുഖാരിയിൽ എഴുതപ്പെട്ട ഹദീസുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ 15,000-ഓളം റക്അത്ത് ഈ കിതാബ് എഴുതാൻ വേണ്ടി മാത്രം ഇമാം ബുഖാരി തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കേ. എഴുതപ്പെടാതെ പോയ ഹദീസുകളുടെ എണ്ണം നമുക്കറിയില്ല. സഹീഹുൽ ബുഖാരിയിലെ എല്ലാ ഹെഡിങ്ങുകളും എഴുതിയത് മാ ബൈന ബൈതി വ മിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. റൗള ശരീഫിൽ വന്ന് നിസ്കരിച്ച് ഇസ്തിഖാറത്ത് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അവർ എഴുതിയ ഒരു ഹദീസ് പോലും വായിക്കാനുള്ള അർഹത നമുക്കില്ല, പറയാനുള്ള അർഹത നമുക്കില്ല. ഹദീസ് ഉദ്ധരിക്കാനുള്ള 1% യോഗ്യത പോലും നമുക്കില്ല. അതുകൊണ്ട് ഹദീസിന്റെ ഗ്രന്ഥം എടുക്കുമ്പോൾ ബഹുമാനം വേണം, ഹദീസ് വായിക്കുമ്പോൾ ബഹുമാനം വേണം, കേൾക്കുമ്പോൾ ബഹുമാനം വേണം. അതിനോട് വലിയ ആദരവോടുകൂടിയല്ലാതെ ഹദീസിനെ കാണാനും ഇടപെടാനും പാടില്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരാൾ ഹദീസ് ചോദിച്ചു. ബഹുമാനപ്പെട്ടവർക്ക് ദേഷ്യം പിടിച്ചു. നടന്നിട്ടാണോ ഹദീസ് പറയാ? സാധ്യമല്ല. ഇമാം മാലിക് തങ്ങളുടെ അടുക്കലേക്ക് ആളുകൾ വന്നാൽ വീട്ടിലെ സെർവന്റ് ഇറങ്ങിച്ചെന്ന് ചോദിക്കും, എന്തിനാണ് വന്നത്?
ഫത്വ ചോദിക്കാനാണ്. അപ്പൊ വേഗം വരും. എന്താ ചോദ്യം? കേൾക്കും, മറുപടി പറയും, പൊയ്ക്കോളാൻ പറയും. ഹദീസ് കേൾക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറയും. കുറച്ചു കഴിയുമ്പോൾ സർവന്റ് ഒരു രാജപ്രൗഢിയുള്ള കസേര കൊണ്ടുവരും. ഇമാം അവറുകൾ വുളൂ ചെയ്ത് നല്ല സുഗന്ധം പൂശി നല്ല പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ച് ആ ഇരിപ്പിടത്തിൽ വന്നിരിക്കും. എന്നിട്ടേ ഹദീസ് പറയും. അറിയുമോ, ഭരണാധികാരി വന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്വന്തം ഒരു ഹദീസ് ക്ലാസ് എടുക്കണം. പറ്റൂല. നിങ്ങൾക്ക് ഹദീസിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോടൊപ്പം മസ്ജിദുൻ നബവിയിൽ വന്നിരിക്കണം. അതാണ് ഹദീസ്. അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളോട് വലിയ ബഹുമാനം വേണം. അതിനെ ആദമത്തോടുകൂടി ഉൾക്കൊള്ളണം. ഹദീസിന്റെ ക്ലാസുകൾ കേൾക്കുമ്പോൾ, ശമാഇലിന്റെ ക്ലാസ് എടുക്കുമ്പോൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീട്ടുജോലികളിൽ നിൽക്കുകയാണെങ്കിൽ അതൊക്കെ നിർത്തിവെച്ച് കേൾക്കാൻ വേണ്ടി അതവോടുകൂടി വുളൂഓടുകൂടി ഇരിക്കണം. ഇത് വെറും വർത്തമാനമല്ല, വഹ്യാണ് നമ്മൾ വായിക്കുന്നത്. അസ്സുന്നത്തുൻ നബവിയ്യത്തു വഹ്യുൻ എന്ന പേരിൽ ഒരു ഗ്രന്ഥം ഇബ്രാഹിം മുഹമ്മദ് മുല്ല ഖാത്തിറുൽ അസ്സാമി എഴുതിയിട്ടുണ്ട്. അസ്സുന്നത്തുൻ നബവിയ്യത്തു വഹ്യുൻ, അത് ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. വഹ്യാണിത്, അല്ലാഹുവിന്റെ വചനമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേക ശ്രദ്ധയോടുകൂടി പാലിക്കണം. ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധമായി പറയാനുണ്ട്. ഇന്ന് നമുക്ക് ഒരുപാട് പരിപാടികൾ നടക്കാനുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും തിരിയുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും ക്ലാസ്സുകളിൽ സൗകര്യപ്രദമായി നമുക്ക് പറയാം. ഇന്നിവിടെ നമ്മൾ തബറുക്കിനു വേണ്ടി ഇവിടെ നിന്ന് സനദ് കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് വന്നത്. അൽഹംദുലില്ലാഹ്, വളരെ വലിയ ഉലമാക്കളും സാദാത്തുക്കളും ഒക്കെ നമ്മുടെ ഈ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട സീദിക്കോയ തങ്ങൾ വലിയ ആലിമും സയ്യിദും അൽഹംദുലില്ലാഹ് നമുക്ക് ദുആ ചെയ്തു തരാൻ ഇവിടെയുണ്ട്.